ഇറാനിലേക്ക് അമേരിക്കൻ ആക്രമണം ഉടൻ. ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്ക ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനുമായി സന്ധി സംഭാഷണത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ട്രംപിന്റെ ചർച്ചാ നിർദ്ദേശത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും പൂർണ്ണമായും തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തിൽ കൂടുതൽ ഉലച്ചിൽ വന്നിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വച്ച ഓഫർ തള്ളിക്കളഞ്ഞ ഇറാൻ അതിന് തിക്തമായ ഫലം അനുഭവിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പിന്നാലെ പ്രതികരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണം ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു കാരണവശാലും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല. ഒരു കാരണവശാലും ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടാകരുത്. ഇതാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്ന കാര്യം. ഇതിൻ്റെ ചർച്ചകൾക്കും കാര്യങ്ങൾക്കുമായി അതായത് ഇറാന്റെ ആണവ പരീക്ഷണം, ഇറാന്റെ ആണവ പോളിസി സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്നും ഇറാൻ തയ്യാറായാൽ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇറാനിലെത്തി ചർച്ച നടത്താമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രതികരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഉദ്യോഗസ്ഥരും ഇറാൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ഇത്തരമൊരു കത്ത് താൻ കണ്ടിട്ടില്ലെന്നും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. അമേരിക്ക ചില കളികൾ കളിക്കുകയാണ്. അമേരിക്ക ഇറാനെ അടിമയാക്കാൻ നോക്കുകയാണ്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് ഒരിക്കൽ കൂടി ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കണമെന്ന് വിചാരിച്ചാൽ ഇറാനെ അതിൽ നിന്ന് തടയാൻ അമേരിക്കയ്ക്കോ ലോകത്തെ ഒരു രാജ്യത്തിനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ വെറുതെയാണ്. അത് ഒരു തരത്തിലും ഇറാനെ ബാധിക്കുന്ന വിഷയമല്ല. നിലവിൽ ഇറാന്റെ പക്കൽ ആണവായുധമില്ല. നിലവിൽ ഇറാൻ ആണവായുധം നിർമ്മിച്ചിട്ടില്ല എന്നും ആയത്തുള്ള അലി ഖമേനി പറയുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം വന്നത്. ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ച ആ ഓഫർ നിരസിക്കുന്നതിലൂടെ നരകത്തിലേക്കുള്ള യാത്രയിലാണ് ഇറാൻ എന്ന് ട്രംപ് വെല്ലുവിളിച്ചിരിക്കുന്നു. ഒരു തരത്തിലും ഇറാനുമായി ഇനി ഒരു കോംപ്രമൈസ് ഇല്ല. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ലോകത്തിനാകെ തന്നെ ആപത്താണ്, വിപത്താണ്. അതുകൊണ്ട് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഉടനടി നിർത്തിവെക്കണം. ഇറാൻ എന്ന രാജ്യത്തെ ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിച്ചാൽ അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ ചില പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇറാനെ കിട്ടില്ലെന്നായിരുന്നു പെഷസ്കിയാന്റെ ആദ്യ പ്രതികരണം. അമേരിക്ക മാത്രമല്ല, അമേരിക്കയും ട്രംപും കരുതുന്നത് ഉക്രൈൻ പ്രസിഡന്റ് സെലസ്കിയോട് പെരുമാറിയതുപോലെ ഇറാന്റെ പരമോന്നത നേതാവിനോടും ഇറാന്റെ ഭരണാധികാരികളോടും പെരുമാറാമെന്നാണ്. അതൊരിക്കലും ഇറാൻ അംഗീകരിക്കില്ല. അത്തരമൊരു ദുരവസ്ഥ ഇറാന് ഉണ്ടാവുകയുമില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപമാന ഭാരം ഉണ്ടായാൽ അതിനുള്ള തക്കതായ തിരിച്ചടി അമേരിക്കയ്ക്ക് ഇറാൻ നൽകുമെന്നും പെഷസ്കിയാൻ വ്യക്തമാക്കി. അതായത് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച സന്ധി സംഭാഷണത്തെ പരിപൂർണമായും തള്ളിക്കളയുകയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ യഥേഷ്ടം തുടരുമെന്നും അത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ്. അമേരിക്ക ഭീഷണിപ്പെടുത്തി നോക്കി, നടന്നില്ല. അമേരിക്ക അനുനയ ശ്രമം നടത്തി നോക്കി, അതും വിജയിക്കുന്നില്ല. ഒടുവിലിത ഇറാനെ വെല്ലുവിളിച്ച് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, റഷ്യയും ഇറാനും തമ്മിൽ അടുത്തിടെ അതിശക്തമായ സൈനിക ബന്ധം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ആണവായുധങ്ങൾ നിർമ്മാണ സാമഗ്രികൾ, ആണവായുധത്തിൻ്റെ സാങ്കേതിക വിദ്യ ഇതടക്കം റഷ്യയാണ് ഇറാന് കൈമാറിയിരിക്കുന്നത്. റഷ്യയുടെ ആണവ ശാസ്ത്രജ്ഞന്മാർ, മിസൈൽ വിദഗ്ധരൊക്കെ തന്നെ കഴിഞ്ഞ മാസം ഇറാനിലേക്ക് സന്ദർശനം നടത്തി ടെഹ്റാനിലെത്തി പ്രസിഡന്റിനെ അടക്കം അവർ കാണുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് റഷ്യയാണ്. ഒരിക്കൽ മസൂദ് പെഷസ്കിയാനും ആയത്തുള്ള അലി ഖമേനിയും പരസ്യമായി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു, എന്ത് ആണവ പരീക്ഷണം നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന രാജ്യം റഷ്യയാണ്.
റഷ്യക്കറിയാം, നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ റഷ്യയോട് ചോദിച്ചു നോക്കൂ എന്ന് ട്രംപിനെ വെല്ലുവിളിച്ചതാണ് ആയത്തുള്ള അലി ഖമേനി. അപ്പോൾ അതിനുശേഷമാണ് റഷ്യയും ഇറാനും തമ്മിൽ കൂടുതൽ സൈനിക ബന്ധമുണ്ടാകുന്നത്, ആണവ സഹായം പരസ്പരം നൽകുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇറാനെ തങ്ങളുടെ വരുതിയിൽ വരുത്താൻ വേണ്ടി വളരെ കഠിനമായ പരിശ്രമങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തി. എന്നാൽ ഇറാൻ അടുക്കുന്നില്ല. ഇറാനും റഷ്യയും തമ്മിൽ വളരെ വലിയ സൗഹൃദത്തിലേക്ക് പോവുകയാണ്. ഒന്നുകിൽ ഇറാനെ തങ്ങളുടെ വരുതിയിലേക്ക് വരുത്തുക, ഇല്ലെങ്കിൽ ഇറാനെ നശിപ്പിക്കുക. ഇതാണ് ട്രംപ് മുന്നിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതി. അതിൽ ആദ്യ പദ്ധതി പാളിയിരിക്കുന്നു. അതായത് ഇറാനെ ഒരു തരത്തിലും തങ്ങളുടെ സൗഹൃദ വലയത്തിലോ തങ്ങളുടെ വരുതിയിലോ കൊണ്ടുവരാൻ ട്രംപിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ളത് സംഹാരമാണ്. ഇനിയുള്ളത് ഇറാനിലേക്കുള്ള ആക്രമണമാണ്. റഷ്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനെ അമേരിക്ക ഉടനടി ആക്രമിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിന് ഇസ്രായേലിൻ്റെ സഹായം അമേരിക്ക തേടും. ഇസ്രായേലിന് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇറാനിലേക്ക് ഒരു ആക്രമണത്തിനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. കാരണം ഇനി ഇറാനെ ആണവ പരീക്ഷണം നടത്താൻ അനുവദിച്ചാൽ അത് അമേരിക്കയ്ക്ക് തന്നെ ഭാവിയിൽ വലിയ തിരിച്ചടിയാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഇറാനിലേക്ക് ഒരു സൈനിക നടപടി, ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ, ഇറാൻ്റെ ആണവായുധശാലകളെ, ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളെയൊക്കെ തന്നെ തകർക്കുക. ഒരു തിരിച്ചടി ഇറാൻ അനിവാര്യമാണ് എന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു. സൈന്യത്തോട് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അധികം വൈകാതെ ട്രംപിനെ തള്ളിക്കളഞ്ഞ, ട്രംപിനെ വെല്ലുവിളിച്ച ഇറാൻ്റെ ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരം ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും.